ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ബീട്രൂട്ടും പിന്നെ ക്യാരറ്റും പിന്നെ ഒരു സവാളയും വെച്ചിട്ടാണ് ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തത്, ഒരു ക്യാരറ്റും പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നന്നായി, പിന്നെ ചോപ്പറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കത്തി കൊണ്ടാണെങ്കിൽ ചെറുതായി മുറിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ സവാളയും എല്ലാം കൂടിയിട്ട് ഞാൻ ഒരുമിച്ചാണ് ചോപ്പ് ചെയ്തെടുത്തത്. ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തത്, കത്തി കൊണ്ടല്ല കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അതിലേക്ക് പിന്നെ ലേശം കറിവേപ്പിലയുടെ ഇലയും പിന്നെ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ക്യാരറ്റും പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ ഇപ്പോഴേ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, പകുതി വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തോരൻ്റെ മസാലക്കുള്ള സാധനങ്ങൾ നോക്കാം. 2 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 5-10 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ തന്നെ ഞാൻ ഉപ്പും ചതച്ചെടുക്കുന്നുണ്ട്, കല്ലുപ്പാണ്, അത് ചതച്ചിട്ട് തേങ്ങയുടെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തോരന് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ മസാല ചേർത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തിയിട്ട് ഏതാണ്ട് ഒരു 6-7 മിനിറ്റും കൂടി ഇനി വെക്കണ്ടു. ചെറിയ തീയിലിട്ടിട്ട് മൂടി വെക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഏകദേശം 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ തേങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? വെള്ളമെല്ലാം നല്ലോണം, അതായത് വേറെ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല, ഈ പച്ചക്കറിയിലത്തെ വെള്ളം തന്നെയാണ്, എന്നാലും അതെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.